ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിദേശ താരങ്ങൾ ഒന്നൊന്നായിട്ട് പടിയിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോൾഡോ ഒബിയേറ്റ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകുന്നതിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് വന്നിട്ട് എന്താണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കൂടി വരാൻ കാത്തിരുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഇത്തവണ പടിയിറങ്ങുന്നവരിൽ കോൾഡോ ഒബിയേറ്റ മാത്രമല്ല, ഒബിയേറ്റയോടുകൂടി ഈ പടിയിറങ്ങൽ പൂർണ്ണമാവുകയല്ല. ബ്ലാസ്റ്റേഴ്സിൽ അവശേഷിക്കുന്ന ഒരേ ഒരു വിദേശ താരമായിട്ടുള്ള ഡിസാൻ ലൊഗേറ്റർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞ് പടിയിറങ്ങി പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇത്തവണ വിദേശ താരങ്ങൾ ആരും തന്നെ നിലവിൽ സ്കോഡിന്റെ ഭാഗമായി ഉണ്ടായിരിക്കില്ല. വരാൻ പോകുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ 11 ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പം കംപ്ലീറ്റ് ഇന്ത്യൻ സ്കോഡുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിന് തയ്യാറെടുക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ കളിക്കളത്തിൽ 90 മിനിറ്റുകൾക്കുള്ളിൽ കുമ്മായ അത്ഭുതങ്ങൾ നടക്കാവുന്നതേ ഉള്ളൂ. സോ വി ക്യാൻ വെയിറ്റ് ഫോർ മിറാക്കിൾസ്. അത്ഭുതങ്ങളും ഇന്ദ്രജാലങ്ങളും കളിക്കളത്തിൽ വിടരുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അല്ലാതെ കാര്യമായിട്ട് ആദ്യ മത്സരം മുതൽ തന്നെ അടികിട്ടി മെഴുകാനുള്ള ഒരു ബ്ലാസ്റ്റേഴ്സിനെ ഞാൻ കാണുന്നത്. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ളത് പോലും ഒരു ചോദ്യചിഹ്നമാണ്. ഏതായാലും ഏറ്റവും കൂടുതൽ ഹോം മത്സരങ്ങൾ കിട്ടുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് മലബാറിന്റെ മണ്ണിൽ നിന്നും ആരാധകരുടെ വീര്യം സിരകളിലേക്ക് പടർത്തി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും. വി ക്യാൻ വെയിറ്റ് ഫോർ മിറാക്കിൾസ്.